ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അല്ല 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 ലുക്ക് കൊണ്ട് ഒരാളും തൻ്റെടിയാണ്. അതെ അതെ അതെ. ഇത്രയും വലിയ മൂക്കുത്തിയും ഇങ്ങനെ ഒരു ബോയ് കട്ടൊക്കെ വരുമ്പോഴത്തേന് ഫെമിനിസ്റ്റുകൾ അങ്ങനെ ഒരു ചിന്താഗതി എല്ലാവർക്കും വരും. ഫെമിനിസ്റ്റ് എന്നുള്ള സാധനം കുറച്ചും കൂടെ മുൻപായിരുന്നു. ഇപ്പം ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കുന്നത് ലെസ്ബിയൻ ആണോ? ഷോർട്ട് ഹെയർ ആയി ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഒരിക്കലും ഒരാൾ ലെസ്ബിയൻ ഒരാളുടെ ജെൻഡർ തീരുമാനിക്കാനോ അല്ലെങ്കിൽ അവരുടെ പറ്റത്തില്ലല്ലോ. ബാംഗ്ലൂർ കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികൾക്കൊക്കെ അവിടെ അബ്യൂസ് ഉണ്ടാവാറുണ്ട്. അല്ല അതിലുപരി അവർ കുറച്ച് പൈസ അധികം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. മലയാളി പെൺകുട്ടികൾ പെട്ടെന്ന് നാട്ടിൽ ഒരു ഫ്രീഡം ഒന്നും കിട്ടാണ്ട് വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുമ്പം കണ്ണു മഞ്ഞളിക്കെന്ന് പറയത്തുള്ളൂ. ആദ്യം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ. അതിൽ അവർ ബോധമില്ലാത്ത രീതിയിൽ അങ്ങോട്ട് അതിനകത്തേക്ക് പോയി പെടുക ചെയ്യുന്നത് കൂടുതലായിട്ട്. എൻ്റെ പാർട്ണറുണ്ട്, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അതാണ് എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. കല്യാണം ഉറപ്പിച്ചോ അതോ? ഉറപ്പിച്ചിട്ടില്ല. നമ്മളിപ്പം ഞങ്ങൾ സെയിം ഏജ് ആണ്. അപ്പം ഗ്രോയിങ് സ്റ്റേജ്. എനിക്കൊന്നും അധികം ബ്യൂട്ടി കോൺഷ്യസ് അല്ലെന്ന് തോന്നുന്നു. മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ ഒട്ടും പറ്റത്തില്ല, അത് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ എന്ന് പറയാം, വീട്ടിൽ പോലും പറയാണ്ട് പോയിട്ട് കട്ട് ചെയ്യുമായിരുന്നു. മേക്കപ്പ് എന്നുള്ള സാധനമൊന്നും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനോ സ്കിൻ റുട്ടീൻ ചെയ്യാനോ അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് മെനക്കെടാൻ വയ്യ എന്നത്തെ കാര്യം. പക്ഷേ ഇപ്പം ഞാൻ കംഫർട്ടബിൾ ആണ്. ഇപ്പം ഞാൻ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഹായ് ഹലോ നമസ്കാരം. ബ്രേക്ക് ത്രൂവിലെ പ്രേക്ഷകർക്ക് സ്വാഗതം. ടീച്ചറമ്മ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇന്ന് എന്നോടൊപ്പം വിശേഷം പങ്കിടാനുള്ളത് പല സീരിയലിലൂടെ വന്ന ഒരു നായികയാണ്. നായിക കഥാപാത്രം ചെയ്ത ഒരാളാണ്. ഇപ്പോൾ ഇതിൽ ഏത് കഥാപാത്രമാണ് ചെയ്യുന്നുള്ളതൊക്കെ നമുക്കറിയാം. നമുക്ക് സ്വാഗതം ചെയ്യാം സൗമ്യ. വെൽക്കം സൗമ്യ. അയ്യോ, വളരെ സന്തോഷം. കാര്യം സീരിയൽ രംഗത്ത് വന്നിട്ട് ഇപ്പം ഞാൻ ലൊക്കേഷനിൽ പറഞ്ഞ ഒരു 3-4 വർഷമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ അപ്പിയറൻസ് ഉള്ള ഒരാൾ ആദ്യമായിട്ടാണ്. ഒന്നുകിൽ ഭയങ്കര കോസ്റ്റ്യൂം, ഭയങ്കര കമ്മലൊക്കെ ഇട്ട്, ഭയങ്കര സാരിയൊക്കെ കൊടുത്ത്. ഇതെന്താണ് ടീച്ചറമ്മയിൽ വരാൻ പോകുന്നത് ഈ ഒരു കോസ്റ്റ്യൂമിൽ അല്ലെങ്കിൽ ഈ ഒരു അപ്പിയറൻസിൽ മുടിയിൽ ഇങ്ങനെ തന്നെ? അപ്പം എന്താണ് ഇതിലേക്ക് വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പം പ്രേക്ഷകർ കാണുന്നുണ്ടായിരിക്കാം. അപ്പം എനിക്കൊന്ന് 10-12 എപ്പിസോഡ് ആയിട്ടുണ്ട്. നമ്മളിപ്പോ ഇന്റർവ്യൂ എടുക്കുന്ന ഈ ദിവസമാണ് എന്റെ ക്യാരക്ടർ വരുന്നത്. അതാ ചോദിച്ചത്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ സൗമ്യ അവിടെ എവിടെയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ വാച്ച് ചെയ്തു. അപ്പോൾ ഞാൻ റോയിയോട് ചോദിച്ചപ്പോൾ റോയി പറഞ്ഞത് ഒരുമിച്ച് നിങ്ങൾ റോയി പറഞ്ഞ ലേഡീസ് റൂമിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് റോയി എന്നോട് പറഞ്ഞത്. അപ്പം ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു. അതും ഇങ്ങനെ തന്നെ സംസാരത്തിൽ വന്നതാണ്. സത്യമാണോ? വാല്യൂ കൊടുക്കാറുണ്ടോ ഫ്രണ്ട്ഷിപ്പിന്? ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കാത്ത മനുഷ്യന്മാരുണ്ട്. അല്ല, ചിലരൊക്കെ ഉണ്ട്, കാര്യം കാണാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരും ഉണ്ട്. എനിക്ക് ഒരുപാട് ഫ്രണ്ട് ലിസ്റ്റ് ഒന്നും ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. അത് ഞാൻ അതിൻ്റെതായ രീതിയിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു, പക്ഷെ ഇപ്പം കുറച്ച് പേരേ ഉള്ളൂ, അത് കീപ്പ് ചെയ്യുന്നു. ആ സിറ്റ്കോമിൽ ആരാണ് ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത രണ്ടുപേര്, ഏറ്റവും നല്ല ഫ്രണ്ട്സ്? എൻ്റെ ഏറ്റവും ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പാർട്ണറുണ്ട്, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അതാണ് എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. പിന്നെ വരുമ്പം നമ്മുടെ ലേഡീസ് റൂമിൽ തന്നെ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന അശ്വതി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് പിന്നെ ക്ലോസ് ആയിട്ടുള്ളത്. അശ്വതി എത്ര ക്ലോസ് ആണ്? പിന്നെ ബോയ് ഫ്രണ്ട്. അതെ അതെ. കല്യാണം ഉറപ്പിച്ചോ അതോ? ഉറപ്പിച്ചിട്ടില്ല. ഞങ്ങൾ സെയിം ഏജ് ആണ്. അപ്പം ഗ്രോയിങ് സ്റ്റേജ്. എന്ത് കഴിഞ്ഞ്? ഞാൻ ബികോം കഴിഞ്ഞത് ഇതിൻ്റെ ഫിറ്റ്നസ് ട്രെയിനറിൻ്റെ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇപ്പം ട്രെയിനർ ആയിരുന്നു. ഇപ്പം ഓൺലൈനായിട്ട് ക്ലയൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. ഇതും കൂടെ ഉള്ളതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിലിപ്പോൾ മുഴുനീളമുള്ള കഥാപാത്രമാണോ വന്നിരിക്കുന്നത്? റിവീലാക്കി തുടങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞു, ഇന്നോട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ പറയാമല്ലോ, ഇത് അതിനുശേഷം വരുള്ളൂ. നമ്മുടെ ടീച്ചറിൻ്റെ ചേച്ചിയുടെ മോളായിട്ട് വരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അല്ല അങ്ങനെയാണല്ലോ. ഇങ്ങനെ ഈ ഒരു അപ്പിയറൻസ് കാണുമ്പോൾ ആൾക്കാരെ പ്രവേശിക്കുന്നത് അങ്ങനെയല്ല. എല്ലാവരെ പോലെ തന്നെ ഈ ലുക്ക് കൊണ്ട് ഒരാളും തൻ്റെടിയാണ്. അല്ല ഒരിക്കലും അല്ല. പക്ഷെ സ്മാർട്ടായിട്ടുള്ള സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറച്ചും കൂടെ ഓവർ സ്മാർട്ട് അല്ല, സ്മാർട്ടായിട്ട് നടക്കുന്നത്. ഡിപ്പെൻഡ് ചെയ്യാതെ പോകുന്നല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വളരെ ചുരുക്കമാണ് സീരിയൽസിലൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു കഥാപാത്രം പറഞ്ഞപ്പോൾ ആദ്യം സൗമ്യ എന്താണ് ഇത്, അല്ലെങ്കിൽ ഈ കഥാപാത്രം ആരാണ് ആദ്യം വിളിച്ച് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ട് ചെയ്യണമെന്ന്? എന്നെ വിളിക്കുന്ന അരുൺ ചേട്ടനാണ്, കൺട്രോളർ. പിന്നെ ഡയറക്ടറോട് സംസാരിച്ചു. സീരിയലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ എനിക്ക് മെഗാ സീരിയൽ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും സീരിയൽ കാണുന്ന ഒരാളല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ പണ്ടത്തെ നമ്മുടെ ഈ മലയാളം മെഗ എന്നൊക്കെ പറയുമ്പോൾ ഒരു കണ്ണീർ കഥ, നീണ്ടുപോകുന്ന വർഷങ്ങൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് മനസ്സിലുള്ളത്. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്, ഇൻഡസ്ട്രിയിൽ അത് തന്നെ കണ്ടിട്ടുള്ളത്. അപ്പം പിന്നെ എനിക്ക് അങ്ങനെ പാട്ടായിട്ട് അങ്ങനെ കിടക്കാൻ താല്പര്യമില്ല. സീരീസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സീരീസ് ചെയ്യാനാണ് എനിക്ക് ഇൻട്രസ്റ്റും. ഇനി അതല്ല പിന്നെ നല്ലൊരു മൂവീസ് ഓപ്പർച്യൂണിറ്റി അങ്ങനെ പോകാനാണ് താല്പര്യം. സീരിയൽ എന്നുള്ള രീതിയിൽ കിടക്കാനേ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ സാറ് ഞാനിവിടെ ഈ ലൊക്കേഷനിൽ ആദ്യം വന്നപ്പം സാറ് പറഞ്ഞത്
സീരിയൽ നോ എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ പിന്നെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞത് എന്നോട്, ഞാൻ ആദ്യം നോ പറഞ്ഞായിരുന്നു, പിന്നെ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഒരു ആസ് യൂഷ്വൽ സീരിയലല്ല, നല്ലൊരു വേറെ കഥാപാത്രമാണ്, വേറെ ഒരു ടൈപ്പ് ഓഫ് വർക്കാണ്, എന്തായാലും ചെയ്യണം. അങ്ങനെ ശരിക്കും അരുൺ ചേട്ടൻ കാരണം കേട്ടോ ഞാൻ വന്നത്. അരുൺ ചേട്ടൻ എന്നോട് നോ പറയാൻ പറ്റാത്തൊരു രീതിയിൽ തന്നെ സത്യം പറയാം അങ്ങനെ ആക്കിയിരുന്നത്. പിന്നെ ഞാൻ ശരിക്കും വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഞാനത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ശരിക്കും മിസ്സായി പോയതിനെ. കാരണം സീരിയൽ എന്ന് പറയാൻ പറ്റത്തില്ല ഇതിന്, അതുപോലത്തെ നല്ലൊരു വർക്കാണ്, നല്ലൊരു ടീമാണ്. നമുക്ക് ആ ഒരു കൈൻഡ് ഓഫ് സീരിയലിലേക്ക് കൊണ്ടുപോയി തള്ളാൻ പറ്റത്തില്ല ഒരിക്കലും. ഈ എല്ലാവരെയും ഒരു ചിന്തയുണ്ട്, ഇത്രയും വലിയ മൂക്കൂത്തിയും ഇങ്ങനെ ഒരു ബോയ് കട്ടൊക്കെ വരുമ്പോഴത്തേന് ഫെമിനിസ്റ്റുകൾ അങ്ങനെ ഒരു ചിന്താഗതി എല്ലാവർക്കും വരും. ചിലപ്പോൾ കമൻസിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ നേരിട്ട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, ഫെമിനിസ്റ്റ് ആണോ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ അതിന് അഗൈൻസ്റ്റ് ഒന്നുമല്ല, ഒരു ചോദ്യം ചോദിച്ചെന്നില്ല, എന്നെ പൊങ്കാലിക്കിടല്ലേ. അല്ലല്ല, ഈ ഫെമിനിസ്റ്റ് എന്നുള്ള സാധനം കുറച്ചും കൂടെ മുൻപായിരുന്നു. ഇപ്പം ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ ചോദിക്കുന്നത് ലെസ്ബിയൻ ആണോ, അതാണ്. ഫെമിനിസ്റ്റ് എന്നുള്ള സാധനം ഒന്നും ഇപ്പം ഇല്ല. എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിച്ചിരുന്ന ഈ ക്വസ്റ്റ്യൻ, ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ് കൂടുതലായിട്ട്. അല്ല, നിങ്ങളെ അത് ചോദിക്കാൻ വിട്ടു. അത് ഞാൻ ഏതോ ഒരു എപ്പിസോഡിൽ ഏതിനകത്തോ ഒരു കമന്റ്സ് ഞാൻ നിങ്ങൾ അതിനകത്ത് തന്നെ കാണാം. അപ്പൊ എനിക്കൊന്ന് സൗമ്യ കഥാപാത്രം ഉണ്ടായിരുന്നു അതിനകത്ത്. യഥാർത്ഥത്തിൽ ലെസ്ബിയൻ ആണോ എന്നൊക്കെ ചോദിച്ചോണ്ടൊരു കഥാപാത്രം വന്നായിരുന്നു. സത്യത്തില് അങ്ങനെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ എന്തെങ്കിലും ഒരു പ്രശ്നമില്ല. ഞാൻ സ്ട്രെയിറ്റ് ആണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പ്രശ്നമില്ലെന്നല്ല കേട്ടോ, ഞാൻ സോറി, സ്ട്രെയിറ്റ് ആണ്, ലെസ്ബിയൻ അല്ല. ഞാൻ കഥാപാത്രം ചെയ്തേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് വർക്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ ക്യാരക്ടർ അതായിരുന്നു, സോ ചെയ്തു. പിന്നെ ഒരിക്കലും നമ്മൾ ഷോർട്ട് ഹെയർ ആയി ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഒരിക്കലും ഒരാൾ ലെസ്ബിയൻ, ഒരാളുടെ ജെൻഡർ തീരുമാനിക്കാനോ അല്ലെങ്കിൽ അവരുടെ പറ്റത്തില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ ഒരു ഇങ്ങനെ ഒരു അപ്പിയറൻസ് ഇങ്ങനെ കീപ്പ്? എത്ര വർഷം ഇങ്ങനെ? ഞാൻ 5 ഇയർ. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു? സാധാരണ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മുടി വളർത്തി, ഇതൊക്കെ ഓക്കെയാണ്, ടീഷർട്ടും ജീൻസും ഒക്കെ, പക്ഷെ മുടി വളർത്തിക്കൊണ്ട് പിൻ ചെയ്യുക അല്ലെങ്കിൽ പല രീതിയിൽ കെട്ടിവെക്കുക, ഒരുങ്ങാം എന്നൊക്കെ നോക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു പെട്ടെന്നാണ് ഇവിടെ ഇൻ്റർവ്യൂവിനോട് വന്നിരുന്നത്, ഒരു അധികം മേക്കപ്പ് ഒന്നും, ജസ്റ്റ് ഒന്ന് മുടിയൊന്ന് പെട്ടെന്ന് ചീപ്പി പെട്ടെന്ന് വന്നിരുന്നു. അതുകൊണ്ടായിരിക്കും അതിങ്ങനെ ആക്കിയിരിക്കുന്നത്. ഈസി ടു കാര്യം, കുളിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് മുടി ഉണങ്ങും അങ്ങനെയൊക്കെ. ഒരിക്കലല്ല. ഇത് പിന്നെ വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ കംഫർട്ട്നെസ് നമുക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചപ്പം, അതായത് സ്പോർട്സ് ചെയ്യുന്ന ടൈമായിരുന്നു, ഞാൻ അത്ലറ്റായിരുന്നു, എക്സ് അത്ലറ്റാണ്. സോ ആ ടൈമിൽ എനിക്ക് പ്രത്യേകിച്ച് മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ ഒട്ടും പറ്റത്തില്ലായിരുന്നു, ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഈ മുടി കെട്ടിവെച്ച് നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതും അങ്ങനെ നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ മുടി കട്ട് ചെയ്യണം ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഒരു സുപ്രഭാതത്തിൽ എന്ന് പറയാം, വീട്ടിൽ പോലും പറയാണ്ട് പോയിട്ട് കട്ട് ചെയ്യുമായിരുന്നു. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ആ ധൈര്യം വന്ന് കട്ട് ചെയ്യണം തോന്നി, കട്ട് ചെയ്തു. പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര കംഫർട്ടായി. പിന്നെ വീട്ടുകാർക്ക് കാണിച്ചപ്പോൾ അവർക്ക് ഇഷ്ടമായി. പിന്നെ എനിക്ക് ലോങ് ഹെയർ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടെ എനിക്ക് ആപ്റ്റായിട്ട് തോന്നുന്നത് ഷോർട്ട് ഹെയർ ആണെന്ന് എനിക്ക് തോന്നി. സോ ഞാൻ അത് കീപ്പ് ചെയ്ത് വന്നപ്പോൾ ഞാൻ മോർ കംഫർട്ടബിൾ ആണ്. സോ സൗമ്യ ഓക്കെയാണ്, കംഫർട്ടബിൾ ആണ്. പക്ഷെ വീട്ടിൽ കാണുമ്പോഴേ അമ്മയൊക്കെ ചിലപ്പോൾ പറയും ഇല്ല, അവരിപ്പോൾ എന്നോട് ഒരിക്കലും എനിക്കിപ്പോൾ എൻ്റെ ഈ ചെയ്യുന്ന അത്യാവശ്യം ലെങ്തായി, കട്ട് ചെയ്യാനായി, ഇവിടെയൊക്കെ സൈഡൊക്കെ വളർന്നു നിൽക്കുക. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരവസ്ഥയിൽ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ പറയാ മുടി വളർന്നെല്ലാം പോയി മുടി കെട്ട്. എൻ്റെ നാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനാണ് എന്നെ കൊണ്ടുപോകാറ് മുടി കെട്ടിക്കാൻ. അപ്പോൾ അവരെന്നെ ഇപ്പം അവരെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു. കുറച്ചൊന്ന് മുടി വളർന്നിട്ട് അല്ല ഒന്ന് വെറുതെ ബാക്കിലോട്ട് വെച്ചാൽ ആഹാ അല്ല, ബ്യൂട്ടി ഫേസാന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഇങ്ങനെയും നല്ല രസമുണ്ട് കാണാനായിട്ട്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അത് ഏത് രീതിയിലായിരിക്കും? വൺ സൈഡ് ആണോ കെട്ടുന്നത്? ഇല്ല, നിങ്ങളൊക്കെ വെട്ടുന്ന സൈഡ് അങ്ങനെയാണ്, അതാണ് ഇഷ്ടം. എനിക്കൊന്നും അധികം ബ്യൂട്ടി കോൺഷ്യസ് അല്ലെന്ന് തോന്നുന്നു. അധികം സൗന്ദര്യത്തിൽ അധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? സൗന്ദര്യം എല്ലാവർക്കും ഇഷ്ടമല്ലേ? അല്ല, എങ്കിലും നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഞാൻ ഇല്ല, ഞാൻ മേക്കപ്പ് എന്നുള്ള സാധനമൊന്നും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനോ സ്കിൻ റുട്ടീൻ ചെയ്യാനോ അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് മെനക്കെടാൻ വയ്യ എന്നത്തെ കാര്യം. അപ്പോൾ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കണ്ടെഴുതും, കുറച്ച് ലിപ്സ്റ്റിക് കയ്യിലേക്ക്, അത്രയൊക്കെ അല്ലേ. ഈ ബാംഗ്ലൂരാണ് ഇപ്പോൾ 2 വർഷം എന്ന് പറഞ്ഞല്ലോ. ഈ ബാംഗ്ലൂർ കേരളത്തിൽ നിന്ന് പെൺകുട്ടികൾക്കൊക്കെ അവിടെ അബ്യൂസ് ഉണ്ടാവാറുണ്ട്. അല്ല, അതിലുപരി അവർ കുറച്ച് പൈസ അധികം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പല രീതിയിലുള്ള ഈ എന്താ പറയുന്നത്, സെക്സ് റാക്കറ്റുകളുടെയൊക്കെ വലയിൽ ചെന്ന് വീഴാറുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൗമ്യയുടെ കൺമുൻപിൽ നടന്നിട്ടുണ്ടോ നമ്മുടെ മലയാളി പെൺകുട്ടികൾക്ക്? അല്ലെങ്കിൽ സൗമ്യക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ ഈ ബാംഗ്ലൂർ 2 വർഷം താമസിച്ചിട്ട്? ഇല്ല, അറ്റാക്ക് വൈസ് എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കണ്ടിട്ടുണ്ടോ, നേരിട്ട്
കണ്ടിട്ടുണ്ടോ എന്നുള്ളതിലല്ല, അവിടെ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ഇപ്പോൾ 2 വർഷം കൊണ്ട് നിന്ന് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ മലയാളി പെൺകുട്ടികൾ പെട്ടെന്ന് നാട്ടിൽ ഒരു ഫ്രീഡം ഒന്നും കിട്ടാണ്ട് വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുമ്പം കണ്ണു മഞ്ഞളിക്കുന്ന പറയത്തുള്ളൂ, ആദ്യം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ. അതിൽ അവർ ബോധമില്ലാത്ത രീതിയിൽ അങ്ങോട്ട് അതിനകത്തേക്ക് പോയി പെടുക ചെയ്യുന്നത് കൂടുതലായിട്ടും. അത് നേരാവണ്ണം ആലോചിച്ച് ചെയ്യാനുള്ളൊരു ബുദ്ധി ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ ജനറേഷൻ പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പോയത് ഇതുപോലെ എനിക്കറിയാം ഈ ബാംഗ്ലൂർ എന്നുള്ളത് കേൾക്കുമ്പോൾ ഓക്കെ ബാംഗ്ലൂർ ആ സാധനമൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ബാംഗ്ലൂർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ചൂസ് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫിറ്റ്നസ് ആണ്. അപ്പം നമ്മുടെ ഈ ഇപ്പം ഏറ്റവും അടുത്തുള്ള നമ്മുടെ കേരളത്തിന് ഏറ്റവും അടുത്ത് വെച്ച് നോക്കുമ്പം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാംഗ്ലൂരാണ് ഈ ഫിറ്റ്നസ് വൈസ് ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ എനിക്ക് എൻ്റെ കരിയർ വൈസ് എനിക്ക് ഏറ്റവും നല്ല മാർക്കറ്റ് അതായിരുന്നു. പ്ലസ് ഞാനൊരു സ്റ്റേറ്റ് സിലബസ് ആണ്, അപ്പം ഈ ലാംഗ്വേജ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടൊന്നുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയൊരു മാർക്കറ്റ് അതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യണതും എന്നെ ഡെവലപ്പ് ആക്കുന്നുമുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വരുമാനമുണ്ട്. വരുമാനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ രണ്ട് ഫീൽഡാണ്. ഒന്ന് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഫീൽഡാണ്, ഇതെന്ന് പറയുന്നത് ആക്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കൂടെ നിൽക്കുമ്പം പാരലി അതും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിൽ ഞാനൊരു ലാസ്റ്റ് 1 year ആയിട്ട് ഡ്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുക എൻ്റെ ക്ലയൻസിൻ്റെ കാര്യങ്ങളൊക്കെ. ഞാൻ കംപ്ലീറ്റ് എന്നും ജിമ്മിൽ പോകുന്ന ഒരാളാണ്. ഇപ്പോൾ ചേട്ടൻ മാത്രം എനിക്കറിയാത്ത, കാരണം എന്നെ ചുറ്റിപ്പറ്റിയുള്ള ഏകദേശം എല്ലാവർക്കും അല്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ചേട്ടൻ ചോദിച്ചു, ഇൻസ്റ്റ തുറന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജിമ്മിലെ വർക്കൗട്ട് വീഡിയോ മാത്രം ഉണ്ടല്ലോ. സൗമ്യയോടെ ഇല്ല ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞതെങ്കിൽ ഞാൻ നേരത്തെ കയറി ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് നോക്കിയിട്ട് കുറേ പടങ്ങൾ നോക്കിയിട്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചത്. പക്ഷേ എങ്കിലും എനിക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട്. സൗമ്യ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ ഡമ്പൽ വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു? ഡമ്പൽ മാത്രം വെച്ചിട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ പാട്ടാണത്. എൻ്റെ കൂട്ടത്തിൽ തന്നെ ഡമ്പൽ വെച്ചിട്ട് ഒരു വർക്കൗട്ട്, അതെനിക്ക് കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മ. പക്ഷെ എനിക്ക് സൗമ്യ ആണോ അല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ, വീഡിയോ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എവിടെയാ കണ്ടത് ഒരു ഓർമ്മ പോലെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നന്നായിട്ട് ആക്റ്റീവാണ്, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ വർക്കൗട്ട് ജിം അങ്ങനെ ആ ഒരു ഹെൽത്തിന് കുറച്ച് ഓൾറെഡി ട്രെയിനർ എന്നുള്ള രീതിയിലായതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്തേക്ക് കൂടുതൽ പിന്നെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 8ാം ക്ലാസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സ്പോർട്സ്. അപ്പം സ്പോർട്സ് വർക്കൗട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞെങ്കിൽ ബ്ലഡിൽ ഉണ്ട്. അപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ ആണ് ഒരു റിഗ്രഷൻ. ഈ ഇവിടെ വരുമ്പോഴേ ചേട്ടന്മാർക്കൊക്കെ ചിലർക്ക് നല്ല വയറുള്ളവരുണ്ട്, അവരോടൊക്കെ എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കാറുണ്ടോ? കുറച്ച് സ്വാതന്ത്ര്യം ഉള്ളവർ കൊടുക്കാറുണ്ടോ? നമ്മുടെ ഫ്രണ്ട്സിനോട് ഞാൻ നോർമലി പറയാറുണ്ട്. ഞാൻ പറഞ്ഞതാ, നമ്മളിപ്പം എല്ലായിടത്തും കയറി ഞാൻ അങ്ങനെ കയറി അറ്റാക്ക് ചെയ്ത് സംസാരിക്കത്തില്ല. അപ്പം കുറച്ച് ക്ലോസ് ആയി അല്ലെങ്കിൽ കംഫർട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയത്തുള്ളൂ. എല്ലാവർക്കും ഉപദേശം കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ, കംഫർട്ടബിൾ ആവുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഷാനോട് തടി കുറയ്ക്കണം, ആരോഗ്യം നോക്കണം. ഷാൻ അത് കഴിയുമ്പോൾ പറഞ്ഞു കൊടുത്താൽ മതി എങ്ങനെ കുറയ്ക്കണം എന്നുള്ളത്. പക്ഷെ എങ്കിലും നമ്മൾ കാണുന്നതല്ല സൗമ്യ, പ്രേക്ഷകർക്ക് പറയണം. കാണുമ്പം ഒരു എന്താണ് ഒരു വില്ലത്തി അല്ലെങ്കിൽ ക്രൂക്കട്ട് മൈൻഡ് അതൊക്കെ ആണെന്നൊക്കെ വിചാരിക്കും. സംസാരിക്കുക പറയും ആളൊരു പാവമാണെന്നുള്ളത് സംസാരത്തിലൂടെ മനസ്സിലായി. പക്ഷെ അതെനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഒരു പണി തരാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ അതുകൊണ്ട് ആദ്യം ചോദിച്ചാൽ കരോട്ടയിലോ ആണോ ചോദിച്ചത്. ജിമ്മൂടാന്ന് പറഞ്ഞാൽ വേണ്ട, ആ പണിയുടെ കാര്യം മാറ്റി. അത് ഞാൻ റോയ് അടുത്ത് ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ റോയ് പറഞ്ഞു കുഴപ്പമില്ല, നല്ലോണം സംസാരിക്കും എന്ന് പറയാം. പക്ഷേ വളരെ ഇഷ്ടപ്പെട്ടു സംസാരവും ആറ്റിറ്റ്യൂഡും ഒക്കെ. ഈ ഒരു കഥാപാത്രം കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു കഥാപാത്രം മുന്നിൽ വന്നു കഴിഞ്ഞു. പക്ഷെ അടുത്ത മൊമെൻറ്റിൽ തന്നെ ഒരു വില്ലത്തിയുടെ കഥാപാത്രം വരുവാണ്. ഡേ അപ്പിയറൻസിൽ തന്നെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ 1 മാസം അല്ലെങ്കിൽ 15 ദിവസത്തിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം. ഈ മാറുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുള്ളതാണ്, മാറുന്ന സമയത്ത് ഈ ക്യാരക്ടറിൽ നിന്ന് ആ ക്യാരക്ടറിലേക്ക് മാറാൻ എത്ര സമയം വേണ്ടി വരുമായിരിക്കും? എനിക്ക് വലിയ സമയമൊന്നും വേണ്ടി വരില്ല. എനിക്ക് നെഗറ്റീവ് റോൾസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നെഗറ്റീവ് ഇതായോണ്ടാണോ? എന്ത് ഈ ഫുൾ ഷെയ്ഡ് ആയോണ്ടാണോ ഫേസിൽ? അല്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തട്ടോ, അതുകൊണ്ടാണ് ചോദിച്ചത്. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, എപ്പോഴും ഈ മേൽപ്പല്ല് എപ്പോഴും ഭാഗ്യമുള്ളതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോ? എനിക്കറിയാം. സാധാരണ അത് എടുത്ത് കളയാറുണ്ട് ചില പെൺകുട്ടികൾക്ക്. ഞാൻ പറയട്ടെ, ഞാൻ ഒരു ഹൈസ്കൂളിലൊക്കെ കയറുന്നിടം വരെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു ഈ പല്ലെന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും വീട്ടിലൊക്കെ ചോദിക്കായിരുന്നു, എനിക്ക് മാത്രം എന്താ എൻ്റെ പല്ലെന്താ ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് കിടക്കുന്നത്, എനിക്ക് മാത്രം എന്താ. പക്ഷെ പിന്നെ ഇങ്ങനെ വളർന്നു വന്നപ്പം പിന്നെ ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്നുള്ള കോംപ്ലിമെൻസും ഞാൻ എല്ലാവരിൽ നിന്നും കുറച്ച് നമ്മളിപ്പം ഒരു 10 പേര് ചിരിക്കുകയാണെങ്കിൽ 10 പേരിൽ ഒരാളെ ചിരി എൻ്റെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ, അപ്പോൾ കുറച്ച് യുണീക്കായിട്ടെന്ന് പറഞ്ഞ് അങ്ങനെ കോംപ്ലിമെൻ്റ് ഒക്കെ തന്നു. ഇപ്പം
ചിരിക്കുമ്പോൾ സീരിയസ്ലി പറഞ്ഞു. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ല കേട്ടോ. അല്ല, ചിലരെ മനസ്സിൽ പറയും ഏതാടുത്ത് കളയാന്നൊക്കെ പറയും, അതങ്ങനെ ഇരുന്നോട്ടെ. പക്ഷെ ഇപ്പൊ ഞാൻ കംഫർട്ടബിൾ ആണ്. ഇപ്പൊ ഞാൻ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. എപ്പോഴും സ്വന്തമായിട്ട് സ്നേഹിക്കുന്നത് എപ്പോഴും ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. അത് അങ്ങനെ വേണമല്ലോ, നമുക്ക് നമ്മളോട് തന്നെ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ സീരിയലിലെ ലൊക്കേഷനിൽ വീണ്ടും അവിടേക്ക് ചോദ്യം ചോദിക്കുകയാണ്, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ സോണിൽ കുറച്ച് നേരം ചെയ്തിട്ടുള്ളൂ, കംഫർട്ടബിൾ സോണിൽ ആരായിരിക്കും കൂടുതലുള്ളത്? സാർ, നിശാന്ത് സാർ. ഇതെല്ലാരും പറയുന്നൊരു കാര്യമാണ്. കാരണം വേറൊരു ഓപ്ഷൻ ഇല്ല നമുക്ക് അവിടെ. അതുപോലെ നമ്മളെ കംഫർട്ടാക്കി നിർത്തിയിരിക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഡയറക്ടേഴ്സിന് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല എനിക്ക്. പക്ഷേ എനിക്ക് ഇനി വേറൊരു ഡയറക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തായിരിക്കും പോകുന്നത്. എനിക്കതൊക്കെ പ്രശ്നമായിരിക്കും. കാരണം അത്ര അടിപൊളിയായിട്ടാണ് സാർ ഹാൻഡിൽ ചെയ്യാൻ. ഈവൻ നമുക്കൊരു എന്ത് പൊട്ടത്തരമാണെങ്കിലും സാറിനോട് ചോദിക്കാൻ പറ്റുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അതനുസരിച്ച് പറഞ്ഞു തരുകയും ചെയ്യല്ലേ, അടിപൊളിയായിട്ട് പറഞ്ഞു തരും. ഭയങ്കര ഈ വേറെ കാര്യം ചോദിച്ചോട്ടെ, അത് ഇപ്പം പേഴ്സണലി ആണ് ചോദിക്കുന്നത്. ഈ ടാറ്റു അടിക്കുമ്പോഴേ സാധാരണ എല്ലാവരും ഈ കൈയുടെ ഇവിടം വരെ അടിക്കാറുണ്ട്, പക്ഷെ അവിടം വരെ വെച്ച് നിർത്തിയത് ആ ഒരു തീമാണ്, അങ്ങനെയുള്ള തീമാണ്. ഞാനൊരു സാധനം ഡിസൈൻ സെലക്ട് ചെയ്തപ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെയായിരുന്നു എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. ഒന്ന് ക്യാമറയിൽ കാണിക്കുക, എന്താ സംഭവം, എന്താണ് സംഭവം? ഇത് നമ്മുടെ ഈ ബ്രഷ് പെയിന്റിന്റെ, അതായത് പെയിന്റിൽ ബ്രഷ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഫ്ലോ ചെയ്യത്തില്ലേ, ബ്രഷ് ഫ്ലോസ് എന്നൊക്കെ പറയും. അങ്ങനെ അതിന്റെ സയന്റിഫിക്കൽ ഡീപ്പായിട്ട് എനിക്ക് പറയുന്നത് നമ്മൾ ബ്രഷ് ഇല്ലാതെ കയ്യിൽ നിന്നെടുത്ത് പെയിന്റ് അങ്ങോട്ട് എറിയും, ചെറിയൊരു സംഭവം വരും, ലൈൻസും വരും, അങ്ങനെയും വരും. പക്ഷെ ഇത് ബ്രഷാണ് ഉദ്ദേശിച്ചത്, ബ്രഷ് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഉദ്ദേശിച്ചത് അല്ല. ഇങ്ങനെ മീനിങ് ചോദിക്കുമ്പോ ഇങ്ങനെ പറയാൻ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ചെയ്താ. പുള്ളിയാണോ പറഞ്ഞത് ഇങ്ങനെയാണോ? അല്ല, ഇതിന്റെ മീനിങ് ഇങ്ങനെ ലൈൻസിന്റെ ഇങ്ങനെ മീനിങ് ഉണ്ട്. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെയൊന്നും ഇല്ല, നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല, പ്രത്യേകിച്ച് കാണാനില്ല. പക്ഷെ ഈ ഫോറിനേഴ്സിന്റെ അടുത്താണ് ഈ ലൈൻസ് കൂടുതലായിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ ചെയ്യാറുണ്ട്, ഇങ്ങനെ മൊത്തത്തിൽ ചെയ്യാറുണ്ട്. കൊള്ളാം, നൈസ് വർക്കാണത്. ഇപ്പം ടാറ്റു അടിച്ചിട്ട് കുറെ വർഷമായോ? ഒരു വർഷം. വീട്ടില് ടാറ്റു അടിക്കുന്നതിനകത്ത് വീട്ടിൽ പറയണ്ട ചെയ്ത് കണ്ടപ്പോ അമ്മ എല്ലാം പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും, മുറിച്ചളയാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും, എന്തോ എനിക്കറിയത്തില്ല, ലേസർ ട്രീറ്റ്മെന്റ് എന്തോ പോലെ സാധനം വെച്ചിട്ട്. പക്ഷെ ഫുൾ നമ്മുടെ ഇത് പോകത്തില്ലെന്ന് തോന്നുന്നു, പാട് അങ്ങനെ നോട്ടെ, കുഴപ്പമില്ല, അവിടെ ഐഡന്റിറ്റി ആയിരിക്കട്ടെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം, ഇനിയും നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. സൗമ്യക്ക് വളരെ സന്തോഷമുണ്ട്. ഡാൻസ് കളിക്കുമോ? ഡാൻസ് കളിക്കും. എങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഡാൻസാ? നമ്മുടെ ബോളിവുഡ് സ്റ്റൈൽ ഓഫ് സാധനങ്ങൾ കളിക്കും. ശരി, ഇപ്പൊ എന്തായാലും നമുക്ക് ഡാൻസ് കളിക്കാൻ എന്തായാലും സൗകര്യമില്ല, ഡാൻസ് കളിക്കാനുള്ള സൗകര്യമില്ല. ചെറിയൊരു ചോദ്യങ്ങൾ ചോദിച്ചാൽ പോയിന്റ് അപ്പ് ചെയ്യാം. ഒരു കുസൃതി ചോദ്യമാണ്, പെട്ടെന്ന് വേണമെങ്കിലും പറയാൻ പറ്റും. ഒരു പൈസയുടെ കണക്കാണ് ചോദിക്കാൻ പോകുന്നത്. ഒരു 5000 രൂപ ഞാൻ കടം വാങ്ങിച്ചു. കുസൃതി ചോദ്യം, 5000 രൂപ ഞാൻ കടം വാങ്ങിച്ചു, ഞാൻ തിരിച്ചു തരാണ്, ഗൂഗിൾ പേ വഴി തരുമോ തിരിച്ച്? ഒരു 1000 ആദ്യം തിരിച്ചു തന്നു, ഒരു 30 രൂപ തന്നു. അപ്പൊ എത്രേ? 1000 അധികം 30 എത്രേ? 1030. 2000 രൂപ വീണ്ടും തന്നു, അപ്പൊ എത്രേ? 1030 അധികം 2000 അപ്പൊ എത്രേ? 1030 ആദ്യം തന്നു, 2000 കൂടെ വീണ്ടും തന്നു, പിന്നെ 2000 3030 ഒരു 40 രൂപ തന്നു, അപ്പൊ എത്രേ? 3070. 1000 രൂപ വീണ്ടും തന്നു, അപ്പൊ എത്രേ? 4070. 20 രൂപ വീണ്ടും തന്നു, അപ്പൊ എത്രേ? 4090. 490. അപ്പൊ ഞാൻ ഈ പൈസ ഈ ഇടപാട് ഞാൻ അവിടെ ക്ലോസ് ചെയ്യാൻ പോവാണ്. 490. 10 രൂപ കൂടെ തന്ന് 5000 തിരിച്ചു തരാണ്. അപ്പൊ 490 അധികം 10 490 അധികം 10 90 അധികം 10. ഇത് ആലോചിക്കാനുള്ള അടവാന്ന് എനിക്ക് മനസ്സിലായി. 4090 അധികം 10. എനിക്ക് അധികം മനസ്സിലായില്ല. പ്ലസ് 490 പ്ലസ് 10 5000. പൈസ തിരിച്ചു തന്നല്ലോ. 900 രൂപ എനിക്ക് ലാഭം. 490 പ്ലസ് 10 490 പ്ലസ് 10 5000. ഉറപ്പായിട്ട് പറ. 5000. അപ്പൊ 900 എനിക്ക് ലാഭമായി. 4900 പ്ലസ് 490. 490 ആ ക്യാമറ ഇവിടെ കറക്റ്റ് ശരി. 4900 10 എത്രയാവും? 4900 പ്ലസ് 10 എത്രയാവും? 4910. 490 ഞാൻ പറഞ്ഞത്. 490 അധികം 10 4100. 5000 അല്ല. അതാ 900 എനിക്ക് ലാഭം എന്ന് പറഞ്ഞത്. ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്താൽ മതി കേട്ടോ. ലാസ്റ്റ് എന്റർടൈൻമെന്റ് അത്രേ ഉള്ളൂ. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ടീച്ചറമ്മ എൻ്റെ സെക്കൻഡ് വർക്കാണ്. ഞാൻ ഫസ്റ്റ് ചെയ്ത വർക്ക് ലേഡീസ് റൂം കൗമുദിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ഭയങ്കര ഫാൻ ബേസ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ടീച്ചറമ്മയിലെ കഥാപാത്രം കനിക എന്നാണ് പേര്.
ഇത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കനിയെന്ന് വിളിച്ചാൽ മതി തന്നെ. യാ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമ്മുടെ ടീച്ചറമ്മ കാണുക, ഫീഡ്ബാക്ക് അറിയിക്കുക. യാ, അപ്പം ലേഡീസ് റൂമിനെ കുറിച്ച് പറഞ്ഞു എൻ്റെ ഡയറക്ടർ രാജേഷ് തലച്ചിറ. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇപ്പം സിറ്റ്കോമുള്ള രാജാവ് എന്നാണ് പറയാം. പല സീരിയൽസിലും അദ്ദേഹം തന്നെയാണ് ഡയറക്ടർ. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒറ്റ വാക്കിൽ എന്ത് പറയും? ഒറ്റ വാക്കിൽ പറഞ്ഞേക്കും നിർത്താൻ പറ്റില്ല. കാരണം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ എത്തിയതിന് മെയിൻ കാരണം സാറാണ്, രാജേഷ് തലച്ചിറ. അത് ഫുള്ളായിട്ട് പറഞ്ഞേ തീരുള്ളൂ. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ആക്റ്റീവായിട്ട് നിന്ന ഒരു ടൈം, ആ ടൈമിൽ സാർ എനിക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് ചെയ്ത് അങ്ങനെയാണ് ലേഡീസ് റൂമിലേക്ക് എൻ്റെ എൻട്രി. അതിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. സോ സാറിനെ ഞാൻ ഒരിക്കലും എനിക്ക് മറക്കാനും പറ്റത്തില്ല. രാജേട്ടൻ അങ്ങോട്ട് വിളിച്ചാണോ? രാജേഷ്, അതെ അതെ. രാജേട്ടൻ അങ്ങോട്ട് വിളിക്കണമെങ്കിൽ ഒരാളുടെ കയ്യിൽ ഔഷധ ഗുണമില്ലാതെ വിളിക്കത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ വന്നതാണ്, മൈൻഡ് സെറ്റിൽ വന്നതാണ് വിളിച്ചാൽ നല്ല. പക്ഷെ കറക്റ്റ് ആ ഒരു കറക്റ്റ് അപ്പിയറൻസ് ആയിരുന്നു അതിനകത്ത് വന്നത്. സാറിനെ കുറിച്ച് എന്തെങ്കിലും ഇനി പറയാനുണ്ടോ? അപ്പം അല്ല, എന്തെങ്കിലും എന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല. കാരണം എപ്പോഴും സാറിനോട് കടമയുണ്ടായിരിക്കും. ഐ മീൻ ആ ഒരു സ്റ്റാർട്ടിങ് ജേണി എന്ന് പറയുന്നത് ഇപ്പോഴും ഒരാൾ അവിടെ ഉണ്ട് എപ്പോഴും. കടപ്പാട്. സോറി, പറഞ്ഞ കുഴപ്പമില്ല. അപ്പം എങ്ങനെ എത്തി ഇൻഡസ്ട്രിയിലേക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ഒറ്റ ആൻസറിൽ പറഞ്ഞു തീർക്കാം. രാജേഷ് സാർ വിളിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതിൽ കൂടുതലൊന്നും പറയാനില്ലല്ലോ. അപ്പം താങ്ക് യു സോ മച്ച്. രാജ് തലച്ചിറ അദ്ദേഹം ഒരു ആളെ കണ്ടെത്തി അത് അടുത്ത വലിയൊരു സീരിയലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരാളെ കണ്ടെത്തുമ്പം അദ്ദേഹത്തിന് അറിയാം എവിടെ കൊണ്ട് നിർത്തണം, റീച്ച് ആക്കണം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഹാറ്റ്സ് ഓഫ്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്നായി വരട്ടെ. ഇനി 2025 അടിച്ചു പൊളിക്കുക. സൗമ്യയുടെ വർഷം ആവട്ടെ കേട്ടോ. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.